കയ്യിൽ വടിവാളും കത്തിയും കഠാരയുമായി റോഡിലിറങ്ങി നടക്കുന്ന നാട്ടുകാരുടെ സ്വൈരജീവൻ തകർക്കുന്ന ഗുണ്ടകളെ പറ്റി നമ്മളിപ്പോൾ സംസാരിക്കുന്നുണ്ട്. അതിനെപ്പറ്റി ആകുലപ്പെടുന്നുണ്ട്, ആശങ്കപ്പെടുന്നുണ്ട്. ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റും അതിന് സംവിധാനം ഒരുക്കുന്ന ഒരു പോലീസും ഉണ്ടെങ്കിൽ ഇവരൊക്കെ ഷൂട്ട് ആൻഡ് സൈറ്റ് ചെയ്യാം, വെടിവെച്ചു കൊല്ലാം. അങ്ങനെ വെടിവെച്ചു കൊന്ന പോലീസുകാരും സംവിധാനങ്ങളും സംഭവങ്ങളും ഈ നാട്ടിൽ ഒരുപാട് ഉണ്ടായിട്ടുമുണ്ട്. കാപ്പ നിയമം, ഗുണ്ടാ നിയമം, കരുതൽ തടങ്കൽ, അങ്ങനെ നിയമ സംവിധാനങ്ങൾ ഒരുപാട് ഈ നാട്ടിലുണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ വല്ലാണ്ട് ആശങ്കപ്പെടുകയും വേണ്ട. പക്ഷേ ആശങ്കപ്പെടേണ്ട മറ്റൊരു ഗുണ്ടാ സംവിധാനം ഈ നാട്ടിലുണ്ട്. സൈബർ ഗുണ്ടകൾ. പേരും ഊരും നാളും ഒന്നുമില്ലാതെ എവിടെങ്കിലുമൊക്കെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ എഴുതി ആരെപ്പറ്റിയും അപവാദങ്ങളും അപരാധങ്ങളും എഴുതി എത്രയോ മനുഷ്യരെ കൊന്നുകളഞ്ഞ, എത്രയോ മനുഷ്യരുടെ സ്വപ്നങ്ങളും സങ്കല്പങ്ങളും തച്ചുടച്ച സൈബർ ഗുണ്ടകളെ അമർച്ച ചെയ്യേണ്ട കാലം അതിക്രമിച്ചു പോയിട്ടില്ലേ? ഇവർ കാരണം എത്രയോ മനുഷ്യരാണ് ആത്മഹത്യ ചെയ്യാതെ ജീവിതത്തിൽ ഒളിച്ചോടിയിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷ അവസാന ഉദാഹരണമായി മാറുകയാണ് ചെന്നൈയിലെ രമ്യ എന്ന 33 വയസ്സുകാരി. നമ്മൾ കണ്ടതാണ്. ഒരു പിഞ്ചു കുഞ്ഞ് ടെറസിൽ നിന്ന് വീണു. അത്ഭുതകരമായി കുഞ്ഞിനെ രക്ഷപ്പെടുത്തി. നമ്മളൊക്കെ കൈയടിച്ചു, ആശ്വസിച്ചു. പക്ഷെ ആ കുഞ്ഞിന്റെ അമ്മ ആത്മഹത്യ ചെയ്തു. അത് ആത്മഹത്യയല്ല, കൊലപാതകമാണ്. എന്താണ് കാരണം? 7 മാസം പ്രായമുള്ള രമ്യയുടെ പെൺകുഞ്ഞ് അപ്പാർട്ട്മെന്റിന്റെ 4ാം നിലയിൽ നിന്ന് താഴേക്ക് വീണ സംഭവം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവഹേളിക്കപ്പെട്ടതിനാൽ രമ്യ കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത് ഈ സൈബർ ഗുണ്ടകളുടെ കമന്റുകളെ പറ്റിയാണ്. ഈ കമന്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞ ഗുണ്ടകളുടെ കയ്യിലിരിക്കുന്ന വടിവാളിനേക്കാളും കത്തിയേക്കാളും എത്രയോ ഭീകരവും എത്രയോ പേരുടെ ജീവൻ തകർക്കാൻ കഴിയുന്ന ആയുധവുമാണെന്ന് മനസ്സിലാക്കുക. സ്വന്തം അനുഭവത്തിൽ ഇത് വരുമ്പോൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതിന് നഷ്ടമുണ്ടാകുമ്പോൾ മാത്രമേ ഈ സൈബർ ഗുണ്ടകളുടെ തീവ്രത, ഇവർ ഒരുക്കുന്ന കെണിയുടെ വലിപ്പം മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് ഇനിയെങ്കിലും നേരിട്ട് കാണാത്ത അറിയാത്ത വിഷയങ്ങളിൽ അപരാധങ്ങളും അപവാദങ്ങളും എഴുതി മനുഷ്യരുടെ ജീവിതങ്ങൾ തകർക്കാതിരിക്കാൻ ശ്രമിക്കുക. ഈ സൈബർ ഗുണ്ടകൾ കാരണം മാറ്റിവെക്കപ്പെട്ട ഒരുപാട് ആത്മഹത്യകളാണ് ഈ നാട്ടിൽ പലരുടെയും ജീവിതമെന്ന് ഇനിയെങ്കിലും ഓർക്കുക.